ഏതാണ് ഈ പുതിയ കുരിശ്? വരവ് കണ്ടിട്ട് ഇത് ഡ്രൈവിംഗ് പഠനത്തിന്റെ ഏറെയാണെന്നാ തോന്നുന്നത്. അതെ, ഞാനൊരു കോഴിക്കട നടത്തുന്നു. സന്തോഷം. രാവിലെ സാറിന്റെ ഭാര്യ വണ്ടി ഓടിച്ചോണ്ട് പോയത് എന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. എത്ര എണ്ണം ചത്തു, എത്ര എണ്ണം ചത്തില്ല, അത് മാത്രം ചേട്ടൻ പറഞ്ഞു. ഇവിടെ ഡ്രൈവിംഗ് പഠനത്തിന് വേണ്ടി വലിയൊരു ദുരിതാശ്വാസ ഫണ്ട് തന്നെ അനുവദിച്ചിട്ടുണ്ട്. മടിക്കാതെ ധൈര്യമായിട്ട് പറഞ്ഞു. 100 കോഴി ഉണ്ടായിരുന്നു, 10 എണ്ണം ചത്തു. ഭാഗ്യം, അത്രയല്ലേ ചത്തുള്ളൂ. അതിന്റെ കാശ് ഞാൻ തന്നേക്കാം. 10 എണ്ണം നമുക്ക് പൊരിച്ചടിക്കാറാ. ബാക്കി 90 എണ്ണം പറന്നുപോയി. അതിനെല്ലാം നാട്ടുകാർ പിടിച്ചോണ്ട് പോവുകയും ചെയ്തു. ഡ്രൈവിംഗ് പഠനം എത്രയും പെട്ടെന്ന് വല്ല മരുഭൂമിയിലാക്കാൻ പറയണ. ഇന്ന് സുധാസിന് ചേച്ചി ഒറ്റയ്ക്ക് ഒന്നച്ചിലൂടെ വണ്ടി ഓടിക്കാ. ഈശ്വര, എന്നച്ചില് പെട്രോൾ പമ്പൊക്കെ ഉള്ളതാണ്. മിക്കവാറും നമ്മുടെ സിറ്റി നിന്ന് കത്തും. ഉണ്ണികൃഷ്ണൻ എന്ന് വിളിച്ചേക്കാം. ഉണ്ണികൃഷ്ണ, ഞാൻ അമ്പുവേട്ടനാടാ. ആ ചേട്ടാ, ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. എടാ, ഞാൻ പഠിപ്പിച്ചെന്ന എക്സസൈസൊക്കെ നീ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് ചേട്ടാ, എന്നും അതിരാവിലെ എണീറ്റ് ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, ഇപ്പൊ ഷട്ടിലും കളിക്കുന്നുണ്ട്. എടാ മണ്ടശിരോമണി, ഓടാനും ചാടാനും ആണോ ഞാൻ നിന്നോട് പറഞ്ഞത്? മുഖവ്യായാമം ചെയ്യാനല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? എടാ, അത് ചെയ്താലല്ലേ ഞാൻ തരുന്ന എക്സ്ട്രാ ഫിറ്റ്നസ് കൊണ്ട് നിനക്ക് അഭിനയിക്കാൻ പറ്റൂ. എന്റെ ചേട്ടാ, കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ വീടിന്റെ മുമ്പിൽ നിന്ന് ചേട്ടൻ പറഞ്ഞു തന്ന പോലെ ഈ മുഖവ്യായാമം ചെയ്തതാ. പക്ഷെ അടി കിട്ടി. എന്റെ വീടിന്റെ തെക്കേപ്പുറത്ത് താമസിക്കുന്ന ആ ചെത്തുകാരൻ കണാരൻ ചേട്ടനില്ലേ, ഞാൻ അയാളുടെ പെമ്പർ നോക്കിയ കണ്ണും കലാശവും ഒക്കെ കാണിച്ച് വശീകരിക്കാൻ നോക്കിന്ന് പറഞ്ഞ അയാൾ എന്നെ തല്ലിയത്. അപ്പൊ അടി നിനക്ക് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ? എന്താന്നറിയില്ല, ചോദിച്ചില്ലേലും ഓരോരുത്തന്മാര് വന്ന് തന്നിട്ട് അങ്ങ് പോവാന്നേ. എന്തായാലും അടികിട്ടി പരിശീലിക്കുന്നത് ഒന്നോർത്ത നല്ലതാ. പിന്നെ നിനക്ക് ആശാന്റെ കൈ കൊണ്ട് മരിക്കേണ്ടി വരില്ലല്ലോ. അമ്പുവേട്ടാ, എനിക്ക് നമ്മുടെ ആശാന്റെ മുമ്പിൽ കഴിവ് തെളിയിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് അഭിനയത്തിന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ വെച്ച് കെട്ടി താ. എടാ പൊന്നു മോനെ, വെച്ച് കെട്ടിത്തരാൻ ഇത് വല്ല മുളയോ കയറോ വല്ലതാണോ? എടാ, എന്റെ മുഖത്ത് വരണം നവരസങ്ങള്. അത് എന്റെ അടുത്ത് വന്ന് തന്നെ പരിശീലിക്കേണ്ടി വരും. അതിപ്പോ നിന്നോ ഇരുന്നോ എങ്ങനെ വേണേലും പരിശീലിക്കാം, അതിനെനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ സംഗതി സക്സസ് ആയിരിക്കണം. ഞാൻ നിന്നിൽ കാണുന്നത് കുറഞ്ഞത് ഒരു ദുൽഖറിനെ. അതെ, ആ ദുൽഖറിലേക്ക് എത്താൻ എനിക്കിനി എത്ര ദൂരം കാണും? എടാ, വെറും ഒരാഴ്ച. ഈ വരുന്ന 10-ാം തീയതിക്കുള്ളിൽ നീ ഒരു ദുൽഖർ ഉണ്ണികൃഷ്ണനായിരിക്കും. പിന്നെ വൈകുന്നേരത്തെ എന്റെ പൈന്റിന്റെ കാര്യം മറക്കല്ലേ. അതൊന്നും ടെൻഷൻ അടിക്കണ്ട, ഓക്കെയാണ്, അതൊക്കെ അവിടെ എത്തിച്ചിരിക്കും. ആ അപ്പോ ഇന്നത്തെ കാര്യം കുശാൽ. ദുൽഖർ ഉണ്ണികൃഷ്ണൻ പേരലുവയും മീൻചാറും പോലെ ചേരുന്നില്ലെങ്കിലും ദുൽഖറിലൊരു രാശിയുണ്ട്. ഈശ്വര, അമ്പുവേട്ടൻ എത്ര നേരത്തെ തന്നെ ആ എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്ന് തരാനുള്ള വഴി ഉണ്ടാക്കണേ. ഉടൻ തന്നെ ദുൽഖറിനെയും ഫഹദ് ഫാസിലിനെയും ടൊവിനോനെയും സമയം കിട്ടുവാണെങ്കിൽ ആ പ്രണവ് മോഹൻലാലിനെയും ഫീൽഡ് ഔട്ട് ആക്കാനുള്ള കഴിവ് എനിക്ക് തരണേ. ഈയിടെയായിട്ട് പീഡന വാർത്തയൊന്നും കാണാനില്ലല്ലോ. നാട്ടുകാരൊക്കെ നന്നായോ? അതോ ഇനി പ്രതികളെല്ലാം വല്ല പ്രമുഖരോ? ആരാണാവോ? നാടകം ബുക്ക് ചെയ്യാൻ പറഞ്ഞവരായിരിക്കോ? ഓ, ഈ കുരിശായിരുന്നു. എത്രയാടോ? 100. ഓ, 50 രൂപയുടെ ഹോട്ടലിടുള്ളൂ. ബാക്കി 50 താൻ ഇതിനകത്ത് കിടന്ന് തുള്ളിയേന്. തുള്ളലിടോ, ഡാൻസാ, കുച്ചിപ്പടി. കുച്ചിപ്പടിയല്ല, തുള്ളൽപ്പനി, അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. കലാബോധമില്ലാത്ത കശ്മലൻ, നീയൊക്കെ ഓട്ടോ ഓടിച്ച് ഓടുങ്ങൂടാ. നിക്കാൻ തിരിക്കടോ. ഏമയ്ക്ക് പണിയായി. യവനിക പ്രേംലാൽ. യെസ്, പ്രേംലാൽ യവനിക. ആ, അങ്ങനെയും പറയാം. യവനിക പ്രേംലാൽ. എടോ, താനെങ്കിലും ഒന്ന് ഉറപ്പിക്കേ. പ്രവനിക ഏംലാൽ. തനിക്കിപ്പോ എന്താണോ വേണ്ടത്? നമ്മൾ തമ്മിൽ നല്ല
അത് പിന്നെ ഏതെങ്കിലും അമ്പലപ്പറമ്പിൽ വെച്ച് കണ്ടു കാണും. അമ്പലപ്പറമ്പിൽ എന്താ കപ്പലണ്ടി കച്ചവട? ദേ, തോന്നിയാസം പറയരുത്. അതല്ല, നമ്മൾ തമ്മില് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കേരളത്തിലെ പ്രശസ്തമായ നാടക സമിതിയുടെ ഓണറും പ്രധാന നടനുമാണ്. അങ്ങനെ എവിടെയെങ്കിലും വെച്ച് പരിചയപ്പെട്ടായിരിക്കും. ഏയ് അതല്ല, നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ല എന്ന് പറയാൻ വരായിരുന്നു. അതെ, ഒന്നിങ്ങോട്ട് മാറി നിന്നേ. എന്താ ഒന്നിങ്ങോട്ട് മാറിയിക്കടോ. ഓ, എന്താ ഗൗരവം? തിരിഞ്ഞേ. ബാക്കിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ മമ്മൂട്ടി, അപ്പൊ ഫ്രണ്ടിൽ വെറും തൊട്ടി. എന്റെ ക്ഷമ ഞാനതല്ല പറഞ്ഞത്. നല്ല ശരീരം, ഒത്ത വെണ്ണം, അതിനൊത്ത ലെങ്ത്, എന്ത് പൊക്കം, ഉയരം. നമുക്കൊന്ന് കളിച്ചാലോ? എന്ത് ഡാൻസേ? ഒന്ന് പോയതോടന്ന്. എനിക്ക് ഡാൻസ് ഒന്നും പഠിക്കണ്ട. ഞാൻ പഠിപ്പിക്കാനേ. എന്റെ ശിശുമാരൊന്നും ഇതുപോലെ പാഴായി പോയിട്ടില്ല. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഒരു ഡ്യുവറ്റ് കളിക്കാം. നളനും ദമയന്തിയും തളാങ്കത്തിരിക്കണതോ. അരമണ്ഡലത്തിൽ ഇരുന്ന് ആടി ഒരു കളിയുണ്ട് നമ്മൾ രണ്ടാളും കൂടി. പൊക്കോളണം എന്റെ കൺമുന്നിൽ നിന്ന്. ഇല്ല, ഇതിന് അരമണ്ഡലം ചവിട്ടിയാൽ മുഴുവണ്ടലാക്കും. ഓടോ പോവാൻ. ഒരു കാര്യം പറഞ്ഞോട്ടെ, അതെ, തെങ്ങോളം വണ്ണമുണ്ട്, ഈർക്കിളിയോളം കാതലില്ല. ഏ ഹായ് ഹായ് മണി. പിന്നൊരു ഉപകാരമുണ്ട്. അത്യാവശ്യമായിട്ട് എന്ത് കാര്യത്തിന് സുനിച്ചിട്ട് വിളിച്ചാലും കിട്ടത്തില്ല. കയ്യാലപ്പുറത്തെ തേങ്ങ സുഹുവിന്റെ ഡ്രൈവിംഗ് എന്തായി കാണുമാവും. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ 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 പ്രമേട്ടാ, ഇത് ഞാനാ, ഹരിചന്ദ്രൻ. എന്നെ മനസ്സിലായില്ലേ? പേരാമ്പ്രത്തെ ഹരിചന്ദ്രൻ. ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. എന്താ പേരാമ്പ്രത്തെ ഹരിശ്ചന്ദ്ര, എന്താ നിനക്കിപ്പോ വേണ്ടത്? ഇല്ലില്ല, പ്രേമേട്ടൻ എന്നെ മനസ്സിലായിട്ടില്ല. ഒട്ടും മനസ്സിലായിട്ടില്ല. അതെനിക്ക് മനസ്സിലായി. കുരിശായല്ലോ. ഹലോ ഹലോ, എന്റെ പേരാമ്പ്രത്തെ ഹരിശ്ചന്ദ്ര, നിന്നെ എനിക്ക് മനസ്സിലായി. ഉറപ്പാണല്ലോ? എന്നെ മനസ്സിലായല്ലോ? അല്ലെങ്കിൽ ഞാനിങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. ഇല്ല, നീ കാര്യം പറ. എന്താ നിനക്കിപ്പോ വേണ്ടത്? ആ പ്രേമേട്ട, ഞാനിവിടെ പറവൂർ സിറ്റി വരെ വന്നതാ. ഒരാവശ്യമായിട്ട് ഇവിടെ വരെ വരേണ്ടി വന്നതാ. ആവശ്യം ഞാൻ സാധിച്ചു. ഓ, സന്തോഷം. ഇനിയെങ്കിലും നീ വിളിച്ച കാര്യം ഒന്ന് പറ. ഇവിടെ ഏതാ കളിക്കണം നല്ല പടം? ഒന്ന് കണ്ടേച്ചു പോവാന്ന് കരുതിട്ടാ. നല്ല അടിപ്പട ഏതുണ്ട്? അഭിപ്രായം അറിഞ്ഞിട്ട് കയറിയ കാശ് കളയണ്ടല്ലോ. പറയാം. ഡ്രൈവിംഗ് സ്കൂൾ, നല്ല ഉഗ്രം പടം. ഡ്രൈവിംഗ് സ്കൂളാ? അതെവിടാ കളിക്കുന്നത്? അത് നീ നിൽക്കുന്നതിന്റെ തൊട്ട് മുന്നിലെ തിയേറ്റർ. പോയി കയറിക്കൊടു. ഹരിശ്ചന്ദ്ര, നിന്നെ എന്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടൂടാ. അന്ന് നിന്നെ സുമേഷ് പണ്ഡിറ്റിന്റെ 10 പടം ഒറ്റ ഇരിപ്പിന് കാണിക്കും. അങ്ങനെ അവിടെ ഇരുന്ന് നീ ഹൃദയം പൊട്ടിച്ചാവും. ഇതേത് ഹരിശ്ചന്ദ്രനാണ്? എടാ, നിങ്ങളൊക്കെ ഇത് എവിടെ പോയി കിടക്കടാ? വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. ആശാനെ ഇടിച്ചു, ആശാനെ ഇടിച്ചു. ഞാൻ നമ്മുടെ VSM ഹോസ്പിറ്റലിലുണ്ട്. ഈശ്വര, കാറിടിച്ചോ? എന്റെ എന്താണ്? ഞാൻ നോക്കാം. അതെ ചേട്ടാ, ചേട്ടാ, ഈ അത്യാഹിത വിഭാഗം ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലേ? ഇത്രയും വലിയ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗം ഇല്ലെന്നോ? താനെന്താ മനുഷ്യനോ? ഇല്ല, അവര് വന്നിട്ടില്ലാന്നേ. ഞാനിതേ ഫോണുമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഫോണിലായിരുന്നു. ഫോൺ കട്ടേ, ഞാൻ വിളിക്കാം. വേറെ ആരോടെങ്കിലും ചോദിക്കും. ആ, എന്താ ചോദിച്ചേ? എന്റെ ചേട്ടൻ അത്യാഹിത വിഭാഗം എവിടെയാണ്? നേരെ കേറിക്കോ. മൊത്തം കരഞ്ഞോണ്ടിരിക്കുന്ന കണ്ട അതാണ് അത്യാഹിത വിഭാഗം. താങ്ക് യു. വിഷവും കഴിച്ചിട്ട് ഓടി വരികയെന്നാ തോന്നുന്നത്. പോക്ക് കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. ഇവിടെ ആരും കരയുന്നില്ല. ഇവിടെ അല്ലേ ഇത്? കടയാ, ആശാനെന്ത് എത്ര താമസിച്ചത്? അറിഞ്ഞപ്പോ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞില്ലേ? എടാ, എന്റെ ആ ഓഞ്ഞ വണ്ടിയും കൊണ്ടല്ലേ ഞാൻ വന്നത്. അതിനറിയില്ലല്ലോ ഹോസ്പിറ്റൽ കേസാണെന്ന്. എടാ, വല്ല കുഴപ്പമുണ്ടോടാ? മോളിലെ കിടത്തിയിരിക്കണത്. ആശാൻ ചെന്ന് നോക്ക്. ചില്ലുകൂട്ടിൽ ആശാനെ കിടത്തിയിരിക്കണത്. ചില്ലുകൂട്ടിലോ? ചില്ലുകൂട്ടിലാ? എന്താ സർപ്പയജ്ഞോ? അതല്ലാതെ ഈ അത്യാഗ്രഹ വാർഡ്. അപ്പോ വണ്ടി നല്ലോണം ഇടിച്ചല്ലേ? സ്പോട്ടിൽ ബോധം പോയെന്നാ കേട്ടത്. പിന്നെ മിണ്ടിയിട്ടില്ല അത്രേ. എന്റെ അമ്മേ, ഞാനിതെങ്ങനെ താങ്ങും? ആശാന് കൺട്രോൾ. ഹോസ്പിറ്റലിലാണ്.
നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു പോയേക്കരുത്. ആത്മനിർവൃത്തി അടയേണ്ട സമയമാണിത്. ആ, അതല്ല. ആത്മനിയന്ത്രണം പാലിക്കേണ്ട സമയമാണിത്. നിയന്ത്രണം വിട്ടുപോയാ പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. വാശാനെ, നമുക്ക് പോയി കാണാം ആശാനെ. എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് പൊട്ടിക്കരയാം ആശാനെ. ആശാനെ, സൂക്ഷിച്ചു നോക്കിയാലേ കാണുള്ളൂ. ചിന്നിച്ചെതറി കിടന്നത് കൂട്ടിയെടുത്ത് വെച്ചിരിക്കുക. ഒരു പഞ്ഞിക്കിടക്കെന്നേ ആദ്യം തോന്നുള്ളൂ. ശ്രദ്ധിച്ചു നോക്കിയ തല കാണാം. എന്റെ ദൈവമേ, കണ്ടു നിൽക്കാനുള്ള ശക്തി എനിക്ക് തരണേ. കനക, ഞാൻ വീഴാണെങ്കിൽ നീ എന്നെ ഒന്ന് ആശാനെ പിടിക്കാൻ ഞാനുണ്ട്. പക്ഷെ ഞാൻ വീണ എന്നെ പിടിക്കാൻ ആരുണ്ട്? ചേച്ചി, എന്നെ ഒന്ന് പിടിക്കാ. വീട്ടിലുള്ളവരോട് പോയി പറ. വേണ്ടായിരുന്നു. വീണ പിടിക്കണ കാര്യ പറഞ്ഞത്. ആശാനെ, ഇതാണ് ചില്ലുകൂട്. മെല്ലെ തുറന്നു നോക്കിയേ. ആർക്കും നോക്കി നിൽക്കാൻ പറ്റില്ല. അത്രക്കും ഭീകരാ കിടപ്പ്. തുറന്നു നോക്കാശാനെ. ഞാനില്ലേ കൂടെ? തുറന്നു നോക്കാശാനെ. അംബുജാക്ഷൻ, ഇവനെന്ത് പറ്റിയടാ? അംബുജാക്ഷനെ വണ്ടി ഇടിച്ചത്. അതെന്താ, അംബുജാക്ഷന് വണ്ടി ഇടിക്കാൻ പാടില്ലേ? ആളെ വടിയാക്കുന്നോടാ. എന്ന് പറഞ്ഞത് എന്നെ കൊണ്ട് വിളിച്ചത്? വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞു. അത് അംബുജാക്ഷനെന്ന് പറയാൻ ആശ സമ്മതിച്ചില്ലല്ലോ. അപ്പളെ കേട്ട പതി കേക്കാത്ത പതി ഫോൺ കട്ടാക്കിയില്ലേ? എടാ, സുഹാസിനി കാർ ഒറ്റയ്ക്ക് ഹൈവേ കൂടി ഓടിക്കുന്ന ദിവസമാണെന്ന് ഞാൻ ആ ടെൻഷനിലായിരുന്നു. അതിനിടയ്ക്കാ നീ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്. ആ പോട്ടെ. എന്നിട്ട് ഇവന്റെ ഡോക്ടർ എന്താ പറഞ്ഞത്? 24 മണിക്കൂറിനകം ബില്ലാകുന്നു പറഞ്ഞു. ഇതിനകം ബോധം വീണില്ലെങ്കിൽ ബില്ല് കൂടുന്നു പറഞ്ഞു. അവന് വെള്ളം വല്ലതും കൊടുത്തോ? ഇടയ്ക്ക് ബോധം വീഴുമ്പോ ചോദിക്കുന്നത് മദ്യ. അത് കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും നീ ഇവിടെ നിൽക്ക്. ഞാൻ ആ സുനിച്ചനൊന്ന് കിട്ടുമെന്ന് നോക്കട്ടെ. അവന് വെള്ളം വല്ലതും കൊടുത്തോ? ഇടയ്ക്ക് ബോധം വീഴുമ്പോ ചോദിക്കുന്നത് മദ്യ. അത് കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും നീ ഇവിടെ നിൽക്ക്. ഞാൻ ആ സുനിച്ചനൊന്ന് കിട്ടുമെന്ന് നോക്കട്ടെ. ഡ്രൈവിംഗ് പഠനം എന്തായോ എന്തോ. ആശാൻ ടെൻഷൻ അടിക്കണ്ട. വരാനുള്ളത് വഴി തങ്ങാതെ എല്ലാം വരുന്നുണ്ടല്ലോ. അതുപോലെ ഈ കാറിങ് വന്നോളും. ഞാനെന്തായാലേ സുനിച്ചനെ ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ. കുറ്റം പറയാൻ പറ്റില്ല. റേഞ്ചും കിട്ടണ്ട. താങ്ക് യു. അല്ല, സോറി. സുനിച്ചത് എവിടെ പോയി കിടക്കണം? ഒരിക്കലും വിളിച്ചാ കിട്ടാത്തവൻ. ആശാൻ ഇത് ആരെയാ വിളിക്കുന്നത്? ഫുൾ ടൈം ബിസി ആണല്ലോ. ഒരു സമയത്ത് വിളിച്ചാൽ നച്ചവനെ കിട്ടും. മോശം. ആശാൻ ഈയിടെ അടിച്ച് ചുറ്റിക്കളിയുണ്ട്. അല്ലെങ്കിൽ ഫോൺ ഇത്ര എൻഗേജ് ആവേണ്ട കാര്യമില്ല. മൂന്നാമത്തേനുള്ള തുടക്കമാ ഉറപ്പ്. കണ്ടാലും കൊണ്ടാലും രണ്ട് കിട്ടിയാലും ഇങ്ങനെ പഠിക്കത്തില്ല. ആശാനെ, എടാ സുനിച്ച, നീ ഇത് എവിടെയാ? അവിടെയല്ല, ഇവിടെ. എവിടെ? ആശാനെ, ഞാൻ ആശാന്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന്. അടുത്ത എന്റെ ആശാൻ ഇങ്ങോട്ടും തിരിഞ്ഞു നോക്ക്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നീ എന്താണ് ഇവിടെ? ആശാൻ എന്താ ഇവിടെ? അതെ, എടാ, നമ്മുടെ അംബുജാക്ഷൻ ഒരു വണ്ടി ഇടിച്ചു. അയ്യോ, എന്നിട്ട് ബോധം പോയെന്നാ കനകം പറഞ്ഞത്. അയ്യോ, എനിക്കത് അത്ര വലിയ വിശ്വാസം. എടാ, അവന് പണ്ടേ ബോധമില്ലല്ലോ. എടാ, നീ അത്രയ്ക്ക് ചിരിക്കണ്ട. നിനക്കും ഇല്ലേ ഈ പറഞ്ഞ സാധനം? മനസ്സിലായേ? അതല്ലടാ, നീ എന്താ ഇവിടെ? അല്ല ആശാനെ, നമ്മുടെ വണ്ടി ഓട്ടം കിട്ടി വന്നതാണല്ലടാ കൊച്ചു കൊള്ള. അതിനെന്താ ഉമ്മ വെച്ച് കളിക്കണേ? ഉമ്മ വെച്ചല്ല, ഓട്ടത്തിലായിരുന്നു. പക്ഷേ ചെറിയൊരു അബദ്ധം പറ്റി. എന്ത് പറ്റി? വണ്ടി ഒന്ന് ഇടിച്ചു. ഇടിച്ചെന്നോ? അപ്പൊ എന്റെ സുഹാസിനി? എന്റെ ആശാനെ, അങ്ങനെ ഞാൻ കൂടെ ഉള്ളപ്പോ സുഹാസിനി ചേച്ചിക്ക് ഒരു ആപത്ത് വരുമെന്ന് ആശാൻ കരുതുന്നുണ്ടോ? സമാധാനായി. അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. സംഭവം നടന്ന ആ സെക്കൻഡിൽ തന്നെ ഒരു ആംബുലൻസ് വിളിച്ച് ചേച്ചിയെ ഞാനിവിടെ കൊണ്ടുവന്നു. എന്നിട്ട് അങ്ങനെ വാർഡിലൊന്നും കിടത്തുന്നവനല്ലേ സുനിച്ചൻ. സ്നേഹമുള്ളവനാ സുനിച്ചൻ. 2ാം നിലയിൽ ഐസിയുണ്ട്. സുനിച്ചോ? അവക്ക് എന്തെങ്കിലും കുഴപ്പം?
ഇതുവരെ ബോധമില്ല ആശാനെ. ഇനി ആശാനെ കണ്ടു കഴിഞ്ഞ് ബോധം വരുവോ അതോ ഉള്ള ബോധം പോവോ എന്ന് കണ്ടറിയാം. ഈ രണ്ടാം നില ഇതിന്റെ മുകളിലല്ലേ? അതെനിക്കറിയില്ല, പക്ഷെ ഇതൊന്നാം നിലയാ. ഓ നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടോ തെണ്ടി. ഊറ്റട്ടെ. ആശാനെ നോക്കിപ്പോ, അല്ലെങ്കിൽ കണ്ടറിയേണ്ടത് കൊണ്ടറിയേണ്ടി വരും. പോക്ക് കണ്ടിട്ട് മിക്കവാറും ആശാനെ ആയുസ് കിടത്തണമെന്നാ തോന്നുന്നേ. ഇനി യവനിക തിയേറ്റേഴ്സിന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ഞാൻ ഏറ്റെടുക്കേണ്ടി വരുമോ എന്തോ. എന്തായാലും പോയി നോക്കാം. അടിപൊളി. അങ്ങോട്ട് പോന്നു. അവിടെയല്ല, അവിടെയാണ് ഐസു. വാ 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 വാ, ഇവിടെ ആശാൻ. ഒന്നും കാണാനില്ലല്ലോ, മഞ്ഞ കളറുള്ള. എടാ സുനിച്ച, എന്റെ കൈയും കാലൊക്കെ കുഴയണ പോലെ തോന്നാടാ. പാട്ട് ബുക്ക് ചെയ്യേണ്ടി വരും ആശാനെ. വേണ്ടി വരും. തുറന്നു നോക്ക, ചേച്ചിയെ കാണാം. അവര് ചീത്ത പറയോ? തുറന്നു നോക്ക്. ആ. എന്റെ അമ്മേ, ഞാനെന്താണ് ഈ കാണുന്നത്? എടാ കിടക്കണ കിടപ്പ് കണ്ടോ? തിരിച്ചിടണോ? വേണ്ടല്ലേ? എടാ നല്ല വേദന ഉണ്ടെന്ന് തോന്നണ്ട. കാണും. ഇടിച്ചപ്പോ ഒരു നിലവിളി ഞാൻ കേട്ടു. പിന്നെ ഇതുവരെ ചേച്ചി നിലവിളിച്ചിട്ടേ ഇല്ല. എന്റെ ഈശ്വര സുരിച്ച, ഓ. ഇതെങ്ങനെയാണോ സംഭവിച്ചത്? ഹൈവേ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഗിയർ മാറ്റി വണ്ടി മുന്നോട്ടെടുത്തത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല ആശാനെ. എത്ര പേരെ ഇടിച്ചെന്നോ എത്ര കട പൊളിച്ചെന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല ആശാനെ. എന്റെ അമ്മേ, അപ്പൊ എന്റെ കാറ്. ചേച്ചി വാരി എടുക്കുന്നതിനിടയ്ക്ക് കാറും കൂടെ വാരി എടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല ആശാനെ. അതെന്റെ തെറ്റ്, അത് ഞാൻ സമ്മതിച്ചു. അപ്പൊ കാറ് തവിടുപൊടിയായി. പപ്പടം പോലെ പൊടിഞ്ഞു. അങ്ങനെ പറയാൻ പറ്റത്തില്ല. പപ്പടം ആണെങ്കിൽ ഒരു കഷ്ണമെങ്കിലും കിട്ടൂലേ. എന്റെ വിഷമം അതുമല്ല ആശാനെ. ഒരു സെൽഫി എടുക്കാൻ പറ്റിയില്ല ആശാനെ. ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നെങ്കിൽ എന്തോ ലൈക്ക് കിട്ടുമെന്ന് അറിയായിരുന്നോ? നിനക്ക് ലൈക്ക് എന്റെ ലൈഫോടെ പോയത്. ചന്തയില്ലേ, അത് ഹോസ്പിറ്റലാണ്. സോറി. അയക്കാൻ വലിയത്. ആശാനെ നന്നായിട്ട് അറിയാവുന്ന പെൺകുട്ടിയാന്ന് തോന്നല്ലോ. ഇല്ല. 1 2 3 എന്തത്? മരുന്നിന്റെ ലിസ്റ്റാ. ഓരോ മണിക്കൂറിട്ട് ഓരോ ചീട്ട് വരുമെന്നാ പറയുന്നത്. അപ്പൊ ബില്ലോ? ആ, അത് അരമണിക്കൂർ ഇടവിട്ടേ വരുവുള്ളൂ. എന്തായാലും ആശാന് അരമണിക്കൂർ റെസ്റ്റ് കിട്ടും. ആശാനെ വെച്ചോണ്ട് തിരുമാതെ. ഹോസ്പിറ്റലാണ്, ചെലവുണ്ട്, അതുകൊണ്ടാ കേട്ടോ. അതേടാ, അല്ലെങ്കിലും നീയൊക്കെ മൊത്തത്തിൽ ചെലവാ മുടിഞ്ഞവനെ. ആശാനെ, ആശാൻ ഇവിടെ വന്നിരിക്കണ. ഞാൻ എവിടൊക്കെ തിരക്കി. ഞാൻ പിന്നെ നിന്റെ നെഞ്ചത്തൊക്കെ ഉണ്ടോ? നീ അറിഞ്ഞോ നമ്മുടെ കാർ ഇടിച്ചു? അപ്പൊ സുനിച്ചൻ പോയി. നമ്മുടെ സുനിച്ചൻ പോയോ? ഇത് ഞാൻ എങ്ങനെ സഹിക്കും ആശാനെ? 2000 രൂപ 2 ദിവസം മുന്നേ വാങ്ങിച്ചോണ്ട് പോയതാ. ഇനി ഇത് ആരോട് ഞാൻ മേടിക്കും? കഴിഞ്ഞോ? ഏതാളെ നീ എന്തൊക്കെയാ പറയുന്നേ? അവൻ മരുന്ന് വാങ്ങിക്കാൻ പോയതാ, അല്ലാണ്ട് ചത്തു പോയതല്ല. അപ്പൊ എന്റെ 2000 പോയില്ല. എന്തായാലും നീ ഇപ്പൊ ഇവിടെ നിക്ക്. ഞാൻ പോയിട്ടേ ആ അമ്പുലാക്ഷം ഒന്ന് കണ്ടിട്ട് വരട്ടെ. ആശാനെ, പോകുന്നതൊക്കെ കൊള്ളാം, അവിടെ തന്നെ നിന്നേക്കരുത്. എന്താ? 3ാം നിലയിലേക്ക് ഓടിക്കാറ് മേലാഞ്ഞിട്ടാ. ആരു തരും എനിക്കാരു തരും, ആരു തരും എനിക്ക്. ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. എന്താ അമ്പു ശരിക്കും സംഭവിച്ചത്? എന്റെ ആശാനെ, എന്നെ ആരോ മനഃപൂർവ്വം ഇടിച്ചിട്ടതാ. മനഃപൂർവ്വോ? എടാ, അതിന് നിനക്ക് ആരാണ് ഇവിടെ ശത്രുക്കളുള്ളത്? ആ, നമ്മുടെ നാടകം കണ്ട ആരെങ്കിലൊക്കെ ആവും. ഞാനെന്തിന് കിട്ടിയപ്പോ തട്ടിയിട്ട് പോയതാവും. ഇതങ്ങനെയൊന്നും അല്ല, എന്തോ അബദ്ധത്തിൽ സംഭവിച്ചതാ. അബദ്ധത്തിൽ സംഭവിച്ചാണെങ്കിൽ പിടിച്ചുടനെ വണ്ടി നിർത്തില്ലേ ആശാനെ? ഇവിടെ തിരിഞ്ഞു നോക്ക പോലും ചെയ്തില്ല. എടാ, നിനക്കൊന്ന് തിരിയാൻ പാടില്ലായിരുന്നു. ഓ, ഒന്ന് തിരിഞ്ഞപ്പോഴാ പിന്നീന്ന് വന്ന് വണ്ടി ഇടിച്ചത്. അത് കഴിഞ്ഞ പിന്നൊന്ന് തിരിയാൻ പറ്റണ്ടേ ആശാനെ? അപ്പോ അമ്പുവിന്റെ പുറകിലാണല്ലേ വണ്ടി ഇടിച്ചത്? ആ, അതെ ആശാനെ. എന്റെ ബ്ലോക്ക് ഓഫീസ് മുഴുവൻ തകർന്നു. ഒരു ബ്ലോക്കും ഇല്ലാതെ കാര്യങ്ങൾ നടക്കണം. അപ്പോ ആ ഒരു കഷ്ടപ്പാട് കുറഞ്ഞു കിട്ടിയില്ലടാ. അല്ല അമ്പു, ഇനിയിപ്പോ എന്താ നിന്റെ പ്ലാൻ? എന്റെ ആശാനെ,
ചെരുപ്പിന്റെ വള്ളി പൊട്ടിയപ്പോ അതൊന്ന് കുരുക്കാനായിട്ട് ഞാനൊന്ന് കുനിഞ്ഞതാ. ആ. നീ വരുമ്പോ ഞാൻ ഈ ബെഡിലാ. കഷ്ടായിപ്പോയി. ആ ആ എന്നെ കൊല്ലാൻ നോക്കിയവരെ എനിക്ക് ജയിലിൽ കയറ്റണം ആശാനെ. അതിന് ആശാൻ എന്റെ കൂടെ നിക്കണം. എടാ അമ്പു, ഞാൻ കൂടെ നിന്നിട്ട് എന്താടാ കാര്യം? ഇടിച്ച വണ്ടി നിർത്തിയില്ലോ. വണ്ടി നിർത്തിയില്ലെങ്കിലും വണ്ടി ഇടിച്ച് തലകുത്തി വീണ ഞാൻ. എന്നെ ഇടിച്ച വണ്ടിയുടെ നമ്പർ തലകുത്തി എന്ന് എഴുതിയെടുത്തിട്ടുണ്ട് ആശാനെ. ഏ ഏ, എന്നാ എടുക്കടാ, ഞാൻ കാണിച്ചു കൊടുക്കാം. ഇതാണ് ആശാനെ ആ നമ്പർ. മതി, ഇനി അവനെ ഞാൻ സ്വസ്ഥത്തോടെ ജീവിപ്പിക്കില്ല. ഏ? 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 ഇതെന്ത് ഭാഷയടാ? എന്റെ ആശാനെ, തലതിരിഞ്ഞ അവസ്ഥയിൽ എഴുതിയതല്ലേ, തലതിരിഞ്ഞല്ലേ വരൂ. ആശാൻ അതൊന്ന് തലതിരിച്ച് വായിക്ക്. K7 തലതിരിച്ചാവുമ്പോ L KLN 26